ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 123 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോട് തൻ്റെ ഭക്തൻ സഹായം ചോദിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ച വചനമാണ് 121 സങ്കീർത്തനം. അതിലും ഒരു ഭക്തൻ ദൈവത്തോട് സഹായം ചോദിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. 121 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബേൽ പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി മിസ്രൈമിലേക്ക് വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ചയാണ് ചുറ്റിനും പർവ്വതനിരകൾ മാത്രമേ ഉള്ളൂ. ചുറ്റിനും പർവ്വതങ്ങളെ മാത്രമേ അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അവരെ ഒരു വാക്ക് അവരെ ആശ്വസിപ്പിക്കാനോ ഒന്ന് സഹായിക്കാനോ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവർ പർവ്വതത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഒരു ആശ്വാസവാക്ക് പറയാൻ എനിക്ക് ആരുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ 123 സങ്കീർത്തനവും അതുപോലെ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. പലപ്പോഴും മറ്റു മനുഷ്യരിലേക്ക് നമ്മളെ കണ്ണുകളെ ഉയർത്തി അല്ലെങ്കിൽ നമ്മുടെ സഹായം നാം ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മെ സഹായിക്കാമെന്ന് പറയുന്നവർ പോലും സമയമാകുമ്പോൾ നമ്മെ പറ്റിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പലപ്പോഴും നമുക്ക് വിശ്വസിക്കാവുന്നുള്ളതും പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുന്നതും ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് സഹായം ലഭിക്കത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവ്, എനിക്ക് വേറൊരു ആശ്രയമില്ല, എന്നെ വേറെ ആരും സഹായിക്കാനില്ല, ഞാൻ എൻ്റെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 2 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. കൃത്യം 2-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ ദാസന്മാർ അല്ലെങ്കിൽ അടിമത്വത്തിലുള്ളവർ തൻ്റെ യജമാനോട് സഹായം ചോദിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അതുപോലെ തന്നെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവത്തോട് പറയണം. ഒരു പാസ്റ്ററോട് പറയണ്ട, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പറയണ്ട, അല്ലെങ്കിൽ ഒരു പുരോഹിതനോട് പറയണ്ട. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? നമുക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ മുറിക്കകത്ത് കയറി കതക് അടച്ച് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, രഹസ്യത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം മത്തായി സുവിശേഷം പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. എൻ്റെ താഴോട്ട് വായിക്കുന്നൊരു വചനം ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരങ്ങളെ. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന ഇന്നും ഇന്നലെയും നിർത്തിക്കളയരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതുവരെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുന്നതുവരെയും ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്നെ നിലവിളി കേട്ടു. നാം ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കാത്തിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവം അവനെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രധാനം പറഞ്ഞിരിക്കുകയാണ്, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും
അഹങ്കാരികളുടെ നിന്ദയും സഹിച്ചു ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം. അവിടെയെങ്ങും തകർന്നു പോകാതെ നമുക്കറിയാം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം അത് തന്നെയായിരിക്കാം. ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ അടിമകളായിരുന്നപ്പോൾ അവരെന്തുമാത്രം അനാവശ്യങ്ങൾ പറഞ്ഞു കാണും, അവരെ പരിഹസിച്ച് കാണും. അവിടെ നിന്നൊക്കെയും ആ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയം വേദനപ്പെട്ടതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തോട് സഹായം ചോദിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയത്തിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ടി കാത്തിരിക്കണം. ആ വചനം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ദൈവം നമ്മോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരുന്നു. എപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം വരുന്നവരെയും അവിടെ പറയുന്നത് പോലെ ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് വന്ന പോലെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നവരെയും നമുക്ക് ദൈവസ്ഥാനിൽ കാത്തിരിക്കണം. സഹോദരങ്ങളെ, കാത്തിരിക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.